ഒരു പെണ്ണ് പിടിയതാണ്. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? ഞാൻ ചോദിച്ചതല്ല. ഇത് ക്യാപ്ഷൻ കൊടുക്കുന്ന ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണോ കൊടുത്തത്? ചേച്ചി എഗ്രി ചെയ്തു? അല്ല ഈ ഡോക്ടർ പറഞ്ഞ അദ്ദേഹം ക്യാപ്ഷൻ ഇട്ട് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വായിക്കൂല. പക്ഷെ ഞാൻ പറഞ്ഞ എന്ത് ക്യാപ്ഷൻ ഇട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സുചേട്ടന്റെ ഭാര്യ രേണു, എന്താണ് അവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് ആദ്യമൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അവർക്ക് സപ്പോർട്ടായി പല പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ കുറച്ച് രീതികളൊക്കെ കാണുമ്പോൾ അവർ കുറച്ച് ഓവറല്ലേ എന്ന് എനിക്കും തോന്നിപ്പോവുകയാണ്. സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ, റീച്ചിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രശ്നം അതെനിക്ക് ഇപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായിട്ടും പറയണം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്ന കുറച്ച് കോണസ്റ്റ് ചോദ്യങ്ങളുണ്ടല്ലോ, അവർ വേറെ കുറേ ആളുകളുടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അവർക്ക് വിഷയമില്ല. അവർ ചോദിക്കുന്ന അയാൾ ഇങ്ങനെ പറഞ്ഞു, അതാണ് ഞാൻ ചോദിക്കുന്നത് എന്നുള്ള രീതി ചോദിക്കുന്നതോ ഒരുമാതിരി കോണസ്റ്റ് ചോദ്യങ്ങൾ. ഒരുമാതിരി ചോദ്യങ്ങൾ ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അതിനെപ്പറ്റിയും ഈ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ദാസേട്ടാ, ഇപ്പം ഒത്തിരി കമന്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്നൊരു മറ്റൊരു കമന്റ് ആണ്, ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു കമന്റ് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ ശരിക്കും? ഇവരൊക്കെ എന്താണ് പറയേണ്ടത്? എവിടോ ഒരുത്തൻ ഏതോ ഒരു ഇരുട്ടുമുറിയിലിരുന്ന് ഒരു കമന്റ് ഇട്ടു, ഈ ദാസേട്ടൻ ഒരു പെണ്ണുപിടിയനാണെന്ന്. അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലിൽ വന്നിട്ട് അവർ ചോദിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. ഒരാൾ കമന്റ് ഇട്ടു, ദാസേട്ടൻ ഒരു പെണ്ണുപിടിയനാണ്. ശരിക്കും ദാസേട്ടൻ പെണ്ണുപിടിയനാണോ എന്നൊക്കെ അവര് ആ ഇട്ട കമന്റ് ഇട്ടതിനേക്കാളിലും വലിയ തെറ്റാണ് ഈ ചോദ്യം ചോദിച്ച ആൾ ചെയ്യുന്നത്. അങ്ങനത്തെ ആളാണോ ദാസേട്ടൻ? എന്നിട്ട് കുറ്റം മുഴുവൻ ആ കമന്റ് ഇട്ടവൻ ചെയ്തത് ഒട്ടും ശരിയല്ല, അത് വേറെ കാര്യം. പക്ഷെ അവന്റെ തലയെ വെച്ചുകൊണ്ട് ഇവര് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നിടത്ത് ദാസേട്ടൻ അങ്ങനെ ഒരാളാണോ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഇതിന് പുള്ളി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? ഞാൻ ചോദിച്ചതല്ല ശരിക്കും. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ? ഞാൻ ചോദിച്ച ചോദ്യമല്ല ഇത്. പറയുന്നത് ഒരാളെ വിളിച്ച് ഇൻസൾട്ട് ചെയ്തത് തുല്യമാണ്. ഒരാളെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി ഞാൻ അവിടെ കൊടുത്തോളൂ. ആ കമന്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ അത് പെണ്ണുപടിയാണോ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരം ആരാ തന്നത്? ഇതുപോലത്തെ ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത്? എന്നെ പോലെ വ്യക്തിയെ നിങ്ങൾ ക്ഷണിച്ച് ഞാൻ ഇന്റർവ്യൂ പങ്കെടുത്ത് ഇതുപോലെ ചോദ്യമാണ് എന്നോട് ചോദിക്കേണ്ടത്. അതിന് മറുപടി പറയും. കമന്റ് ഇട്ടു പറഞ്ഞ പോലെ നിങ്ങൾ പെണ്ണുപടിയാണോ ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അത് ഹേർട്ട് ചെയ്യുന്ന കമന്റ് ആണ് എന്നെ. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പെണ്ണുപടിയാണെന്ന്? ആണോ? സംശയമുണ്ടോ? ഇന്റർവ്യൂ നമുക്ക് ഇവിടെ എന്റെ സത്യസന്ധത എനിക്ക് തെളിയിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇത് അവർ വ്യൂവർഷിപ്പിന് വേണ്ടിയുള്ള പരിപാടിയാണെങ്കിൽ അത് വളരെ മോശമാണ്. ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനൊക്കെ നിന്നു കൊടുക്കുകയാണ് രേണു സുധിയും ദാസേട്ടനും ഒക്കെ എങ്കിൽ അത് വളരെ മോശമാണ്. ഇത് മാത്രമല്ല, അവർ വേറെയും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ. അതുകൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സത്യം പറയാലോ, എമിക്രി ഷോയിലെ പുരുഷൻ പെൺവേഷം കിട്ടിയ പോലത്തെ ലുക്കാണ് രേണുവിന്. ആണെന്ന് തോന്നുന്നില്ല. ശരീരം കാണാൻ മോശമില്ല, മുഖമൊന്നും കൊള്ളില്ല. ഇത് എനിക്ക് ഫേക്ക് ആണെന്ന് തോന്നുന്നു. ആദ്യമേ അവര് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ കമന്റ്സ് ഇട്ടവരെയാണ് പറയുന്നത്. ഇന്റർവ്യൂവർ എന്തോ വേണമെന്ന് ചോദിച്ചോളൂ. ഈ ചോദ്യം ചോദിക്കാൻ ഇവർ നിന്നു കൊടുത്തിട്ട് അത് വ്യൂവർഷിപ്പ് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട്, നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുത്തിട്ട് അവസാനം ആ കമന്റ് ഇട്ടവന്റെ മണ്ടയ്ക്ക് മൊത്തം കൊണ്ടുവെക്കുന്നത് ശരിയല്ല. ഇവരെ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ എന്തിനു വിട്ടു? എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇതിന് നിന്നു കൊടുക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണു ഈ ഇടയ്ക്കായിട്ട് കാണിക്കുന്നത് കുറെ പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്നുള്ളത്. ഈ ഇടയ്ക്ക് ദാസേട്ടനുമായിട്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായി. പിന്നെ ഒരു ഡോക്ടറുമായിട്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായി. അതിൽ കൊടുത്തൊരു ടാഗ് ലൈനൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ചു പോകും. എന്നിട്ട് അവർ കുറച്ച് ന്യായീകരണം പറയുന്നുണ്ട്. ഒരു ഫെയിം ആഗ്രഹിച്ചാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. ആണ് പെൺവേഷം കിട്ടിയത്, ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമാണ്. ട്രാൻസിന്റെ കാര്യമല്ല പറയുന്നത്, എനിക്ക് അവരെ ഇഷ്ടമാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇതിനു മുന്നേ കേട്ടു ജിഷ ചേച്ചിയുടെ അമ്മേനെ പോലെ. ഞാൻ ജിഷ ചേച്ചി പെരുമ്പാവൂരും ആ ചേച്ചിയുടെ അമ്മേനെ പോലെയാണ്. അത് എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് അവരെ ഇഷ്ടമാണ്.
അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അതിനകത്ത് കമന്റ് എലിയെ പോലെ, എലിയാണെങ്കിൽ എനിക്ക് എലിയെ ഇഷ്ടമാണ്. കമന്റ് ഇടുന്നവരൊക്കെ പറയുന്നത് തെറ്റ്, അത് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. പക്ഷേ എനിക്കൊരു കുഴപ്പവുമില്ല, ഇവരാരും എന്തോ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് ഇവർക്ക് ഇതൊക്കെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 ഇവര് പല പല ഇന്റർവ്യൂസിലൂടെ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് ടാഗ് ചെയ്യുക, നെഗറ്റീവ് തംബ്നെയിൽ കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോഴാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ വേണ്ടാത്തത് ചെയ്തു അങ്ങനൊന്നുമല്ല. നിങ്ങൾ കാണിക്കുന്ന കുറെ പബ്ലിസിറ്റി സ്റ്റണ്ടുകളാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ്. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അല്ല, ഞാൻ ചോദിച്ചതല്ല ശരി. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ? കമന്റ് ഇട്ട ആൾക്കാരും പറഞ്ഞ നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്നെ വിളിച്ചു വരുത്തി ഞാൻ പെണ്ണുപിടിയാണോ? ഞാൻ പെണ്ണെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആണോ എന്ന് തോന്നാൻ കാരണം ആ ഇന്റർവ്യൂവിനകത്തെങ്ങും ഈ പുള്ളി എണീറ്റ് പോകുന്ന പോലെ കാണിക്കുന്നില്ല. ആദ്യത്തെ ഹൈലൈറ്റ് കൊടുക്കുമ്പോൾ അവിടെ എണീറ്റ് പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. കാരണം ആളുകൾ ഇത് കാണണം. അതൊരു ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ ഒരു ആളുകളെ പിടിച്ചിരുത്താനുള്ളൊരു പരിപാടിയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് രേണു കൂടെ നിന്നിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നുന്നത്. ഇതിനു മുമ്പ് ഡോക്ടറും രേണുവും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്തും ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, രേണു അറിഞ്ഞുകൊണ്ടാണോ ആ തംബ്നെയിൽ ഇട്ടത് എന്ന്. അതിനും കുറച്ച് ന്യായീകരണങ്ങളൊക്കെ രേണു പറയുന്നുണ്ട്. പിന്നെ ഡോക്ടറിന്റെയും കുറച്ച് ന്യായീകരണങ്ങളൊക്കെ. ആ ഒരു റൈറ്റിംഗ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത്. അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ. ഞാനല്ല ക്യാപ്ഷന്റെ പിന്നിൽ, ഇദ്ദേഹമാണ്. രേണു കൈ കഴിഞ്ഞു, അത് ഞാനല്ല ആ പുള്ളിയാണെന്നാണ്. രേണുവിന് പറയായിരുന്നു, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് പറയായിരുന്നു. ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റീച്ചിന് വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു. ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റീച്ചിന് വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. നമ്മളെപ്പോഴും നിൽക്കണം, ഇങ്ങനെ 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 നിൽക്കണം. ഒട്ടും താഴോട്ട് പോകാൻ പാടില്ല. ഇടയ്ക്കൊന്ന് ഇൻ്റർവ്യൂ ഒക്കെ വന്ന് ഒന്ന് റീച്ചായി കഴിഞ്ഞപ്പം ഈ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡൗൺ ആകുമ്പോൾ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കണം ലൈം ലൈറ്റിൽ. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ഓഫ് ഈവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഇതിനിടയ്ക്ക് പല ആളുകളും പറയുന്നുണ്ട്, നിങ്ങൾക്ക് തുണിക്കടയിൽ പോയി ഇന്ന് ജോലി ചെയ്യാമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ജോലികളുണ്ട് അതൊക്കെ ചെയ്യാമല്ലോ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവർ ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഈ ചാടി പുറപ്പെട്ട് ഓരോന്നിനും ഫെയിം, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇത് ആന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്യുക. നെഗറ്റിവിറ്റി നല്ലോണം യൂസ് ചെയ്ത് ഫെയിം ഉണ്ടാക്കുക. ഇതൊക്കെ നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ട് ഇരിക്കുന്ന ഒരു കുട്ടി പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് പോയി കൂടാന്നുള്ള ഒരു സംഭവം വന്നു. രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ഓക്കെ എന്നാണ് ആൻസർ വന്നത്. പിന്നെ ഞാനൊരു കാര്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മൂലം നല്ല രീതിയിൽ കേൾക്കും. സൂസൻ ചേച്ചിയായിട്ട് ചെയ്തപ്പോൾ കേട്ടതല്ല കേൾക്കാൻ പോകുന്നത്. ഇത് കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധിയാണ്, വിഡോയാണ്. അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു 50% ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ്, 50% നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ. സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും. നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത്. ഞാനും ദാസേട്ടനെ കേൾക്കുന്ന കണ്ടില്ലേ? ഞാൻ ചോദിച്ചു ചോദിച്ചു നോക്കല്ലേ, കേൾക്കുന്ന കണ്ടില്ലേ? ഇതിലപ്പുറം കേൾക്കേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെയാണ്, രേണു ഓക്കെയാണ്. രേണു എനിക്കൊരു കുഴപ്പമില്ല, ഡേറ്റ് തീരുമാനിച്ചോളൂ. പുള്ളിക്ക് എന്താണ് കുഴപ്പം? നെഗറ്റിവിറ്റി വിറ്റ് കുറച്ച് ഫെയിം ഉണ്ടാക്കുക. ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ഇപ്പം ദാസേട്ടനുമായിട്ടുള്ള വീഡിയോ ആകട്ടെ, ഡോക്ടറുമായിട്ടുള്ള വീഡിയോ ആകട്ടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതാകട്ടെ, ഒരു ഫെയിം കിട്ടിയത് അത് നിലനിർത്താനുള്ളൊരു ശ്രമമായിട്ടാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഒരിക്കലും ഈ വേണ്ടാത്തത് പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂകളും ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഒന്ന് അറിഞ്ഞുകൊണ്ട് ചാടുന്നതും കാണുമ്പോൾ നിങ്ങൾ അതിൽ കൂടി ഒരു ഫെയിം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിൽ കൂടി ഒരു റീച്ച് ഉണ്ടാക്കി നിലനിർത്താൻ വേണ്ടിയാണോ അത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ്.